ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലൂടെയുള്ള ബസ് യാത്രയൊക്കെയാണ് കാണിക്കുന്നത്. നമ്മളൊരു അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ ഒരു മുരുകൻ്റെ ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ വഴിയുള്ള കുറച്ച് കാഴ്ചകൾ, അവിടെയുള്ള ഗ്രാമപ്രദേശത്തൂടെയുള്ള കാഴ്ചകളൊക്കെയാണ് ഞാനതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോകാത്ത ആളുകൾ, അല്ലെങ്കിൽ അവിടുത്തെ ഗ്രാമപ്രദേശങ്ങളും അവിടുത്തെ ലൈഫ് സ്റ്റൈലും ഒക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്രാമം എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര, അത് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു സന്തോഷം വരുന്നൊരു കാര്യമാണല്ലേ. അതെവിടെയാണെങ്കിലും, നമ്മുടെ ഇവിടുത്തെ ആണെങ്കിലും ശരി, തമിഴ്നാട്ടിലെ ആണെങ്കിലും, ഏത് സ്ഥലത്തെ ആണെങ്കിലും, ഏത് രാജ്യത്തെ ആണെങ്കിലും ഈ ഗ്രാമപ്രദേശം എന്ന് പറയുമ്പോൾ തന്നെ നിറയെ പച്ചപ്പ്, കാറ്റ്, ശുദ്ധമായ വായു, വെള്ളം. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തമിഴ്നാട് സൈഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഞാനിങ്ങനെ ഒരുപാട് സഞ്ചരിക്കുന്ന ആളൊന്നുമല്ല, പക്ഷെ എന്നാലും ഞാൻ അവിടങ്ങളിലെ സ്ഥലങ്ങൾ കണ്ടതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ ഒരു പച്ചപ്പ് തന്നെയാണ്. ഒരുപാട് നല്ല പച്ചപ്പുള്ള പ്രദേശങ്ങൾ, അതുപോലെ തന്നെ കാറ്റ്, നല്ല കാറ്റാണ് അവിടെ എപ്പോഴും. മിക്കവാറും സമയത്തും നല്ല ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ, ഏത് സമയത്താണെങ്കിലും നല്ല ഒരു കാറ്റ് ഉള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഈ എന്താ പറയുന്നത്, ബസ്സിൻ്റെ സൈഡ് സീറ്റിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ യാത്രകളൊക്കെ കണ്ട് ഒരു ഗ്രാമപ്രദേശത്ത് കൂടെ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീലെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണല്ലേ. പിന്നെ ഞങ്ങൾ പോയ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം മഴക്കാറ് പോലെയുള്ള ഒരു സമയമായിരുന്നു കേട്ടോ. മഴ പെയ്ത്, അപ്പോൾ നമ്മൾ എത്തുന്ന സ്ഥലത്ത് ചിലപ്പോൾ മഴ പെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു മഴയുടെ ഒരു തണലും അതിൻ്റെയും കൂടെ ഒരു കാറ്റും, അങ്ങനത്തെ ഒരു സമയമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ യാത്രയൊക്കെ ചെയ്ത് അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ അമ്പലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ഒന്നാമത്തെ കാര്യം, റോഡിൽ തന്നെ നടക്കാൻ പോലും സ്ഥലമില്ലാത്ത അത്രയും തിരക്കാണ്. പിന്നെ മഴ പെയ്തതിൻ്റെ വെള്ളവും നനവും ഇതുമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലത്തും ഇങ്ങനെ ചെറുതായിട്ട് വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ധാരാളം പൂക്കടകളൊക്കെ കാണാൻ പറ്റും. പൂക്കളൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചേച്ചി ഇവിടെ. പിന്നെ ഒരുപാട് കടകൾ സൈഡിൽ തന്നെ ഇങ്ങനെ കൊച്ചു കൊച്ചു കടകളുണ്ട്. നമുക്ക് പച്ചക്കറികളൊക്കെ നല്ല ഫ്രഷായിട്ട് ഇങ്ങനെ പറിച്ചു കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന ഈ അമ്മൂമ്മമാരൊക്കെയാണ് കൂടുതലും. ഈ വയസ്സായ അമ്മമാരൊക്കെ ചെറിയ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്ന് വിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് മുരുകൻ്റെ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ നല്ല തിരക്കാണ്, മിക്കവാറും നല്ല തിരക്കാണ്. അത് ചൊവ്വാഴ്ച ദിവസങ്ങളൊക്കെയാണ് കൂടുതലും വിശേഷം ഇവിടെ, ഈ ക്ഷേത്രത്തിൽ വിശേഷം. പിന്നെ ഇവിടെ കുറച്ച് മൺപാത്രങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിലക്കടല, തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റം ഈ നിലക്കടല. ഇങ്ങനെ തൊലി കളയാത്ത നിലക്കടല വാങ്ങിച്ചിട്ട് അതിങ്ങനെ ഉപ്പിട്ട് വേവിച്ചെടുക്കും. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇവിടെ ഒരു അമ്മയാണെങ്കിൽ കുറേ മധുരക്കിഴങ്ങും നെല്ലിക്കയും മാങ്ങയും ഓറഞ്ചും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷം അടിക്കാത്തതാണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ തമിഴ്നാട്ടിൽ കിട്ടുന്ന, ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ ഒരു വഴുതനങ്ങയോ ഒരു വെണ്ടയ്ക്കയോ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് നമ്മൾ കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. കാരണം വിഷം ചേർക്കാത്ത ഐറ്റംസ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വഴുതനങ്ങയൊക്കെ ഞാൻ എന്തൊരു ഫ്രഷാണ്, നമുക്ക് അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത് വച്ച് കഴിയുമ്പോൾ ഉള്ള രുചിയും കൂടെ വച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെത്ര നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്, ഓർഗാനിക്കാണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പേരിങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ അലൂമിനിയത്തിൻ്റെ പാത്രങ്ങളിൽ ഇങ്ങനെ കുറച്ച് ഉണ്ടാവുള്ളൂ. ഒരു വലിയ അളവിലൊന്നും അല്ല, ചെറിയ അളവിൽ ഐറ്റംസേ ഉണ്ടാവുള്ളൂ. അതപ്പം തന്നെ തീരുകയും ചെയ്യും. അമ്പലത്തിൽ തന്നെ ആളുകൾ തന്നെ അത് വാങ്ങിക്കും. പിന്നെ ഇവിടെയാണെങ്കിൽ ഒരു ചെറിയ ജാറ്, ഈ
ഉപ്പ് മുളകൊക്കെ ഇട്ട് വയ്ക്കുന്ന ജാറുണ്ടല്ലോ, അത് നല്ല ഭംഗിയിലൊരു ഫ്രൂട്ട്സിൻ്റെ ഒരു ഡിസൈനിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ കൂടുതലും പച്ചക്കറി കടകളാട്ടോ. പിന്നെ വള മാല അതിൻ്റെയൊക്കെ കടകളുണ്ട്, പക്ഷെ അവിടുത്തെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇപ്പം നമ്മൾ എവിടെ പോയാലും വളയും മാലയുടെയും കട മിക്കവാറും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ കൂടുതലും ഇവിടെ വെറൈറ്റി ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആണെങ്കിൽ പേരയ്ക്ക, നല്ല ഫ്രഷ് ആയിട്ടുള്ള പേരയ്ക്ക, അകം ചുമന്ന പേരയ്ക്കയുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, മഴ പെയ്തത് കാരണം അവിടെ ഇവിടെയൊക്കെ വെള്ളമൊക്കെ കെട്ടി കിടക്കുകയാണ്. അതുപോലെ തന്നെ ഈ മുരുകൻ്റെ ക്ഷേത്രമായതുകൊണ്ട് തന്നെ മുരുകൻ്റെ ചെറിയ രൂപങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങിക്കുന്നവർ കുറേ പേര് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എന്താണ് കാമാക്ഷി അമ്മൻ്റെ വിളക്ക്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ഇവിടെ ഒരു അമ്മയാണെങ്കിൽ ചോളം വിൽക്കുന്നുണ്ട്, പിന്നെ നിലക്കടല വിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പച്ച ഫ്രഷ് ചോളം, പിന്നെ ചീര, ഇതൊക്കെ വെറൈറ്റി ചീരകളാട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. പിന്നെ ഈ അവിടെ ഫേമസ് ആണ് ചീര എന്ന് പറഞ്ഞ ഐറ്റം, അവിടെ വളരെ ഫേമസ് ആണ്. ഒരുപാട് വെറൈറ്റി ചീരകൾ അവിടെയുണ്ട്. അവിടുത്തെ ആളുകളുടെ മെയിൻ ഫുഡാണ് ഈ ചീര എന്ന് പറഞ്ഞാൽ. എല്ലാ ദിവസവും മിക്കവാറും ചീര പുളിയൊക്കെ ഇട്ട് കടഞ്ഞിട്ടുള്ള ഐറ്റമൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ അമ്പലത്തിൻ്റെ അകത്തുള്ളതോ അല്ലെങ്കിൽ അമ്പലത്തിലോട്ട് കയറിയിട്ടുള്ളതോ വീഡിയോ എടുത്തിട്ടില്ല, ഒന്നാമത് തിരക്കൊക്കെ ആയതുകൊണ്ട് ഇത്രയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.